എല്ലാവർക്കും നമസ്കാരം. സേഫ് ടു കൃഷിക്കാഴ്ചയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് കർഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം എങ്ങനെ കൃഷി ലാഭത്തിലേക്ക് എത്തിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു കർഷകനെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. മലപ്പുറം ജില്ലയിലെ വേങ്ങര പഞ്ചായത്തിലുള്ള നമ്മുടെ ഹംസക്കയുടെ അടുത്താണ് എത്തിയിട്ടുള്ളത്. എത്ര ഏക്കർ സ്ഥലം കൃഷി ചെയ്യുന്നത്? നെല്ലും വായും പച്ചക്കറിയെല്ലാം വളരെ 10-75 ഏക്കറിന്റെ മേലെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മള് സ്ഥിരം പണിക്കാരാണ്. സ്ഥിരം പണിക്കാർ 4 ഒറീസക്കാര് 4 നെല്ല് എത്ര ഏക്കറാണ്? നെല്ല് 50 ഏക്കറാണ്. 50. ഇത് കഴിഞ്ഞ് നെല്ല് കഴിഞ്ഞോടുകൂടി ഒരു 20 ഏക്കർ തണ്ണിമത്തം ചെയ്യും. 20 ഏക്കർ തണ്ണിമത്തൻ. പിന്നെ എനിക്ക് നേന്ത്രവായ ഉണ്ട്, ഒരു 5000 നേന്ത്ര കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ റോബസ്റ്റ് വേറുണ്ട്. പിന്നെ വേറെ പച്ചക്കറി കയ്പ, ചെരങ്ങ, വെണ്ട, അത് വെറൈറ്റി വേറുണ്ട്. പയറ് വേറെ ഉണ്ട്. ഇവിടെ എന്താണ് വേറിട്ട കാഴ്ചകൾ എന്തൊക്കെയാണ് ഞങ്ങൾക്ക് പരിചയപ്പെടാനായിട്ട്? ഈ വർഷമായിട്ട് നമുക്ക് വരാൽ കൃഷിയാണ് ചെയ്യുന്നത്. വരാൽ കൃഷി പുതിയതായിട്ട് ചെയ്യാണ്. അപ്പൊ ഒരു 1000 കുഞ്ഞുങ്ങളെ ഈ വർഷം ഇട്ടിട്ടുണ്ട്. അപ്പൊ ഒരു 6 മാസം, മാക്സിമം ഒരു 7 മാസം കൊണ്ട് നമുക്ക് വളരെടുക്കുക. 1 കിലോ 1.5 കിലോ വരെ തൂക്കം വരും 6 മാസം കൊണ്ട് ഇതിന്റെ വളർച്ച. അപ്പൊ ഒരു കിലോക്ക് ഒരു 350-400 രൂപ വിലയും കിട്ടും. നമുക്ക് നല്ലൊരു ആദായം. 600 രൂപ പുറം മാർക്കറ്റിൽ വിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് ഒന്നിച്ചെടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 350-400 വരെ പോലെ 1 കിലോന് മേലുള്ള കുഞ്ഞുങ്ങൾക്ക് എടുക്കാന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏകദേശം ഒരു 1000 കുഞ്ഞുങ്ങൾ ഇട്ടാൽ ഒരു 3-3.5 ലക്ഷം രൂപ വരുമാനം നമുക്ക് കണക്കാക്കാം. അതിന്റെ ചെലവ് വരികയാണെങ്കിൽ ഏകദേശം ഒരു കുഞ്ഞുങ്ങളെ അടക്കം തീറ്റ അടക്കം ഒരു 85,000 രൂപയോളം 1000 കുഞ്ഞുങ്ങൾക്ക് തീറ്റ വരും, ചെലവ് വരും. അതിന്റെ ബാക്കിയുള്ള നമുക്ക് വെച്ചാണ് ഒരു 3.5 ലക്ഷം രൂപയ്ക്ക് കളിയില്ലാതെ മാക്സിമം 3.5 ലക്ഷം രൂപ വിൽക്കണ്ടാവും 1000 കുഞ്ഞുങ്ങളെ. നമ്മള് ഈ കുഞ്ഞുങ്ങളെ വാങ്ങിക്കുമ്പോ നമുക്ക് എത്ര രൂപയാണ് വരിക? നമുക്ക് എണ്ണത്തിനാണ് ഇതിന്റെ പൈസ. ഒരു 2 ഇഞ്ച് വലുപ്പമുള്ളതിനാണെങ്കിൽ 8 രൂപ കൊടുക്കണം. ഒരു 5 ഇഞ്ച് 6 ഇഞ്ച് വലുപ്പമുള്ള കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ്, അതിന് 15 രൂപ. ചെറിയ കുഞ്ഞുങ്ങളാകുമ്പോൾ പൈസ കുറയും. പക്ഷെ ഏറ്റവും നല്ലത് ഒരു 5 ഇഞ്ച് മാക്സിമം 5-6 ഉള്ള കുഞ്ഞുങ്ങളോട് കിട്ടും വിപണിയില്. അതിനാണ് മാർക്കറ്റും പെട്ടെന്ന് ഒരു മാസം കൂടെ നമുക്ക് വളർച്ച കിട്ടും. പിന്നെ 5 ഇഞ്ചിനുള്ളതിന് വാങ്ങിച്ചാൽ ഒരു കുറച്ച് റേറ്റ് കൂടും. ഒരു 15, മറ്റേതൊരു 8 ആകുമ്പോൾ ഒരു 15 രൂപ ചെറിയ മാറ്റം ഉണ്ടാവുള്ളൂ. ഒരു മാസത്തെ തീറ്റ നമുക്ക് ആദായിട്ട് കിട്ടും. 6 മാസം മുതൽ 8 മാസം വരെയാണോ? 8 വരെ കിട്ടുമ്പോൾ 1 കിലോന് 1.25 കിലോ വരെ തൂക്കം വരും. നല്ല തീറ്റ കൊടുക്കുകയാണെങ്കിൽ നമുക്കിതിനെ ഈ 8 മാസം വരെ നിർത്താൻ പറ്റും, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കൂടുതൽ കൊടുത്താൽ നമുക്ക് കൂടുതൽ പിന്നെ തീറ്റ പൈസ കൂടുതൽ ഉണ്ടാവുള്ളൂ. ഏകദേശം 8 മാസം കൊണ്ട് ഏകദേശം വളർച്ചയായി കിട്ടും. ടേസ്റ്റുള്ള സാധനല്ലേ? അങ്ങനെയല്ല, നമ്മൾ ഈ ഹൈബ്രിഡ് മെച്ചുണ്ടാവില്ല എന്നാലും പറയണ്ടേ 8 മാസം കൊണ്ട് പിടിക്കണം. അപ്പൊ എന്തൊക്കെയാണ് ഇവർക്ക് നമ്മൾ ഈ ചെറിയ പ്രായത്തിൽ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ചെറിയ പ്രായത്തിൽ നമുക്ക് എന്തൊക്കെ തീറ്റകളാണ് കൊടുക്കുന്നത്? ഫുള്ള് പെല്ലറ്റാണ് കൊടുക്കുന്നത്. അതിന് ഓരോ ഗോൾട്ടി ആയാലും 1 mm 1 മാസം, 2-ാം മാസം കഴിയുമ്പോൾ 2 mm, മാസം കൂടി 3 mm, 4, ലാസ്റ്റ് സ്റ്റേജ് 6 mm കൊടുക്കുന്നത്. അതൊരു കണ്ടിന്യൂറ്റി 3 മാസം 6 കൊടുക്കണം. 6 mm. മറ്റേതൊക്കെ കുറേശ്ശെ കൊടുത്താൽ മതി. ഈ ആദ്യത്തെ ദിവസങ്ങൾ, അതായത് ആദ്യത്തെ 1 മാസം നമ്മൾ എത്ര തവണകളായിട്ട്? ഒരു 4 വട്ടക്കായിട്ട് 4 ഇടായിട്ട് കൊടുത്താൽ മതി കുഞ്ഞുങ്ങളാവുമ്പോ. പിന്നെ വളർച്ച കൂടുമ്പോൾ ഒരു 3 ആക്കി കുറക്കാം. പിന്നെ ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ 2 പ്രാവശ്യം കൊടുത്താൽ മതി. രാവിലെ വിട്ട് വൈകുന്നേരം കൊടുത്താൽ മതി. നമ്മൾ ഇതിന് ഈ പെല്ലറ്റ് അല്ലാതെ പ്രാണികളൊക്കെ തിന്ന് കഴിക്കണ്ടേ? കോഴി വേസ്റ്റ് ഒന്നും കൊടുക്കില്ല. അങ്ങനെ പറയുന്നുണ്ടോ? കോഴി വേസ്റ്റ് കൊടുത്ത ചിലവർ പറഞ്ഞാല് തീറ്റ പൈസ കുറക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ടെന്ന് പറയണ്ടേ. പക്ഷെ നമ്മളെ ചെയ്താൽ അങ്ങനെ ആകുമ്പോൾ വളർച്ച കുറയും. ഈ പെല്ലറ്റ് കൊടുക്കുന്ന ഏറ്റവും വളർച്ച കൂടുതൽ, തൂക്കം കൂടും. അപ്പൊ മറ്റേത് ചെലവ് നമുക്ക് തീറ്റ ചെലവ് കുറക്കാം, പക്ഷെ വളർച്ച കുറയും എന്ന് പറയുന്നത്. ഇതാകുമ്പോ പെല്ലറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തീറ്റ ചെലവ് കൂടിയാലും അതിനനുസരിച്ച് സാധനം നല്ല വളർച്ച. ഇപ്പൊ നമ്മളിതൊന്ന് നോക്കിയത് ഇപ്പൊ ഏകദേശം 4 മാസം പ്രായമായിട്ടുള്ളൂ. 4 മാസേ ആയിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ ഒരു കിലോ ഏകദേശം 1 കിലോന്റെ അടുത്ത് 900-800 ഗ്രാം ഇപ്പൊ ആയി തുടങ്ങി. 800 ഗ്രാം വരെ ആയി തുടങ്ങി. നമ്മൾക്ക് ഈ ഒരു ഉച്ച നേരം ആയതുകൊണ്ടാണ് അത്ര കണ്ട് അങ്ങോട്ട് ക്ലിയർ ഇല്ല. എന്നാൽ പോലും നമുക്ക് കാണാം വെറും 4 മാസം കൊണ്ടാണ് ഏകദേശം ഈ പറഞ്ഞ പോലെ 1 കിലോത്തിനടുത്ത് വളർച്ച എത്തിയത്. നമ്മള് നാടൻ ബ്രാലുകളൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു 4 മാസം കൊണ്ടൊന്നും ഇത്ര എന്തായാലും എത്തില്ലല്ലോ. ഇല്ല. നാടൻബ്രാല് 1 കിലോ ആണെന്നുണ്ടെങ്കിൽ 2 വർഷം 2.5 വർഷം എടുക്കും. 2 വർഷം എടുക്കും മാക്സിമം. അപ്പൊ നമ്മളിത് മാർക്കറ്റിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് നമുക്കിത് വലിയൊരു വ്യത്യാസം ഉണ്ടാവോ? നമ്മൾ ഈ പറഞ്ഞ ഹൈബ്രിഡും നമ്മളിപ്പോ ഇത് ഹോൾസെയിൽ ഒന്നിച്ച് നമുക്ക് വിത്ത് തന്ന ആളെ എടുക്കാന്ന് പറഞ്ഞത് 350 രൂപ കിലോനായിട്ട് അവരെടുത്തോളാന്നാ പറഞ്ഞത്. പക്ഷെ നമ്മൾ പുറം മാർക്കറ്റ് കൊണ്ടുപോയി ഹോൾസെയിൽ ചില്ലറ വിൽക്കുകയാണെങ്കിൽ 600 രൂപ വരെ ചെലവായി പോകും. നമ്മൾ റീറ്റെയിൽ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 600 രൂപ വിൽക്കാം. നമുക്കിത് മൊത്തത്തോടെ പിടിച്ചു കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് 350 രൂപ എടുത്തോളാന്ന് പറഞ്ഞിട്ട് എത്ര ഉണ്ടെങ്കിൽ എടുക്കും. ഇതിന്റെ ലാസ്റ്റ് കൊടുക്കുന്ന സ്റ്റേജിൽ ഉള്ള തീറ്റ 6 mm വലുപ്പമുള്ള ഏറ്റവും വലുത്. ഇതൊരു കിലോക്ക് 103 രൂപ നമ്മൾ ഹോൾസെയിൽ നമുക്ക് തോനെടുക്കുമ്പോൾ 103 രൂപ.
അങ്ങനെ നമ്മളുടെ വരാൽ കൃഷി ഇത്രയും നാള് ഈ ഒരു 4 മാസത്തെ വളർച്ച കൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലായതും ഇനി ഇതൊക്കെ ഈ ഒരു കൃഷിയിലേക്ക് വരുന്ന കർഷകരോട് പറഞ്ഞു കൊടുക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് നമ്മള് 2 മാസം മുന്നേ അപ്പൊ നമുക്ക് ഇതുപോലെ മഴ തുടങ്ങുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇടാൻ വയ്യാത്ത വെള്ളം വരുന്ന സ്ഥലമായതുകൊണ്ട് നമുക്ക് 2 മാസം വൈകിട്ടാണ് ഇടുന്നത്. അപ്പൊ നമ്മൾ അതിന് നെറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ സൈഡ് ഭാഗത്ത് നെറ്റ് അടിച്ചിട്ട് മേപ്പോട്ട് പൊന്തിച്ചാൽ നമുക്ക് 2 മാസം വളർച്ചകൾ കിട്ടും. അതായത് ഒരു ഏകദേശം ഒരു കൂടാരന്മാരെ ഇതിന് മൊത്തത്തില് ബൗണ്ടറിയിൽ കൂടാരം കിട്ടിയാൽ നമുക്ക് 2 മാസത്തെ വളർച്ച കിട്ടും. നമുക്ക് 2 മാസം മുന്നേ വിളവെടുക്കാം. അങ്ങനെ കിണറിനൊക്കെ ഇടുന്നത് പോലത്തെ ഒരു നെറ്റ് ഇടാനുള്ള ഒരു സംവിധാനം കൂടെ ഉണ്ടെങ്കിൽ അതെ. കാരണം എന്താ വെച്ചാൽ ഇതിന് നല്ലൊരു വലിപ്പമാണ്. അപ്പൊ വെറുതെ നെറ്റ് മാത്രം പിടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ നെറ്റ് ഇട്ടിട്ട് കൂടാരം പോലെ ആക്കുക. അങ്ങനെ നമുക്ക് 2 മാസം കൂടി കിട്ടും. 2 മാസം വളർച്ച കിട്ടും. 2 മാസം മുന്നേ എടുക്കാം. മറ്റേ നമുക്ക് 2 മാസം ബാക്ക് പോകേണ്ട 2 മാസം മുന്നേ എടുക്കുക എന്നുള്ളത്. ഇതുപോലെ പാടത്തിന്റെ സൈഡിലൊക്കെ പലവരും നമ്മൾ ഈ പറഞ്ഞ പോലെ കുളത്തിലൊക്കെ മീൻ വളർത്തുമ്പോൾ ഒരു പേടി എന്താ വെച്ചാൽ വെള്ളം വന്ന് മീൻ കയറി തോട്ടിലേക്ക് പോകുന്നത് ആലോചിച്ചിട്ട് പലപ്പോഴും കർഷകര് മഴയൊക്കെ കഴിഞ്ഞ് വെള്ളം ഇറക്കത്തിലാണ് നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ടിടാറ്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള നമുക്കൊരു പീരീഡ് കിട്ടാറില്ല. വരാൽ കുഞ്ഞുങ്ങളെ നമ്മൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ നെറ്റും കൂടി കൊടുക്കുകയാണെങ്കിൽ ഒരു വർഷത്തിൽ 2 തവണ നമുക്ക് വിളവെടുക്കാം. കർഷകനെ സംബന്ധിച്ചിടത്തോളം വില കൂടുതൽ കിട്ടുന്ന സമയം എപ്പോഴായിരിക്കും? അതായത് നമ്മള് ട്രോളിംഗ് ടൈമിലാകുമ്പോ കടൽ മത്സ്യം ഉണ്ടാവില്ല. ആ ടൈമിൽ പിടിക്കണമെങ്കിൽ നമുക്ക് ഒന്നും കൂടി മാർക്കറ്റ് കൂട്ടിക്കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് അതിന് ഒരു വർഷത്തിൽ 2 വിളവെടുക്കുമ്പോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 വിളവെടുക്കുമ്പോ കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ട്രോളിങ്ങിന്റെ ടൈമിന് കിട്ടും. അപ്പൊ ആസാം വാള അല്ലെങ്കിൽ രോഹു അങ്ങനെയൊക്കെ കൃഷി ചെയ്യുന്നതിനേക്കാളും ഈ പറഞ്ഞ പോലെ നമ്മളുടെ വരാലാണെങ്കിൽ എന്നും ആവശ്യക്കാരാണ്. അതിന് പ്രത്യേകിച്ച് ഇതിന് ഈ പറഞ്ഞ പോലെ ഇതിന്റെ ഈ ഒരു മാംസത്തിന് ഒരു പ്രത്യേക രുചിയും നമ്മൾ വേസ്റ്റ് കൊടുക്കാത്തതുകൊണ്ട് ഈ പെല്ലറ്റ് മാത്രം കൊടുക്കുന്നതുകൊണ്ട് ടേസ്റ്റ് കൂടും. അപ്പൊ പെല്ലറ്റ് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു എന്താ പറയാ നെയ്യ് കൂടുതലുണ്ട് എന്നുള്ള ഒരു പരാതി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഈ പടുതാക്കുളം അല്ലെങ്കിൽ ഇതുപോലെ കല്ലൊക്കെ കെട്ടി കാശ് കളയുന്നതിനോട് കൂടെ തന്നെ നമ്മൾ അതിനുള്ളൊരു കുറഞ്ഞ പൈസകളിലേ ഉള്ളൂ. വലിയൊരു എമൗണ്ട് ഒന്നും വരില്ല. ചെറിയ നെറ്റ് കെട്ടി കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് ചെയ്യാം. അപ്പൊ അതിനുള്ള ഒരു പ്രൊട്ടക്ഷൻ കൂടി എടുക്കുകയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഈ പറഞ്ഞ പോലെ മീൻ വളർത്തി നമുക്ക് സമാധാനമായി വെള്ളം കയറിയാലും ഇറങ്ങിയാലും വീട്ടിൽ കിടന്നുറങ്ങാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എനിക്കൊന്ന് ഹംസയ്ക്ക് കഴിഞ്ഞ വർഷം ഞാൻ 850 പോയി. അപ്പൊ 850 പോയി. അതിനുശേഷം നമ്മൾ കൊടുത്തിട്ടാണ് അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതുപോലെ 850 നമ്മൾ വാങ്ങി അവർക്ക് തിന്നാനും കൊടുത്ത കാശ് എന്തായാലും വരില്ല ഈ ഒരു നെറ്റ് ഇടാനായിട്ട്. അപ്പൊ ഞാൻ അടുത്ത വർഷം നമുക്ക് നെറ്റിനുള്ള ഒരു സംവിധാനത്തിൽ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ അതുകൊണ്ട് കർഷകർ എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ടത്തെ പോലെ അല്ല. ഞാനിപ്പോ ഇവിടെ വന്നു കഴിഞ്ഞ് നോക്കിയപ്പോ ഇവിടെ ക്യാമറ വരെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ എന്തായാലും വന്ന പാളിച്ചകളൊന്നും ഇനി വരരുത് എന്നുള്ള രീതിയിൽ തന്നെയാണ് കൃഷിക്കാരനൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ കർഷകരൊക്കെ കൃഷി നഷ്ടത്തിലാണ് എന്ന് പറയുന്ന കർഷകരോടും ആ ഒരു ചിന്തയുള്ളവരോടും പറയാനുള്ള കാര്യങ്ങൾ ഒന്ന് മാത്രമാണ്. നമ്മളെ കൃഷി എന്ന് പറയുന്നത് ഒരിക്കലും നഷ്ടമല്ല. അത് കൃത്യമായിട്ട് അറിഞ്ഞ് മനസ്സിലാക്കി പഠിച്ച് നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ ലാഭത്തിലാണ്. അപ്പൊ കൃഷിക്കാരോട് പറഞ്ഞു കൊടുക്കാനുള്ളത് കൃഷി നഷ്ടത്തിലാണെന്നൊക്കെ പറയുന്നവരോട് കൃഷി ഒരിക്കലും നഷ്ടമല്ല. അത് പറയണം. അതായത് അത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കർഷകന് ഒരിക്കലും നഷ്ടം വരില്ല. ഒന്നിമ്മ പോയാലും അങ്ങേമ കിട്ടും, അടുത്ത വിളമ കിട്ടും. അപ്പൊ വായ ഇപ്പൊ നല്ല വിലയാണ്. 80 റുപ്യയുടെ കിലോനുള്ളത്. ആ സമയത്ത് അത് 20 റുപ്യക്കും വിലയുണ്ട്. അപ്പൊ നമ്മൾ സ്ഥിരം കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഇതിമലില്ലെങ്കിലും അടുത്ത ട്രിപ്പിലെങ്കിലും മാർക്കറ്റ് കിട്ടും. ഇത്ര സാധനം കൃഷി. അപ്പൊ നമുക്ക് കൃഷി ഒരിക്കലും നഷ്ടമല്ല. കൃഷി മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന കർഷകര് ഒന്നുകൂടി ഇതുപോലെ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു നല്ല കുളം ഇതുപോലെയുള്ള ഒരു കിണർ സൗകര്യമോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതും കൂടി നമ്മൾക്ക് എങ്ങനെ നമ്മുടെ കൃഷിയുടെ ഭാഗമാക്കാം, എങ്ങനെ കൃഷിയിൽ ലാഭത്തിലേക്ക് എത്തിക്കാന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ ഇതിന് വളമായിട്ട് ഇതിന്റെ വെള്ളം നമുക്ക് ഡെയിലി ഒരു 4 മണിക്കൂർ നമ്മളെ വായക്ക് പോകേണ്ട ഒരു 1.5 ഏക്കർ നെൽകൃഷി ഉണ്ട്. അതിലേക്ക് നമ്മൾ ജൈവവളം ഇത് മാത്രമേ കൊടുത്തുള്ള ഒരു കീടനാശികയോ രാസവളം ഒന്നും കൊടുക്കാത്ത ഒരു 1.5 ഏക്കർ നെൽകൃഷി ഉണ്ട്. അത് നമ്മൾ ജൈവവളം രാസവളം കൊടുത്തതിനെക്കാട്ടി കൂടുതൽ ഈൽഡ് കിട്ടാൻ സാധ്യതയുണ്ട്. ഏകദേശം ഇതിന് വലിപ്പം എങ്ങനെയുണ്ടാവും? ഈ ഒരു നമ്മളാണോ കിണറല്ല കുളമാണോ? 6 മീറ്റർ വിസ്താരമുള്ള ഒരു കുളമാണ്. അപ്പൊ നമ്മുടെ കൃഷിയുടെ സൗകര്യത്തിന് കുളമില്ലാത്തവർക്ക് നമുക്ക് ടാങ്കിൽ വളർത്താം. ടാങ്കിലായിട്ട് കൊടുക്കാം. ടാങ്കിൽ ഇട്ടാലും സാധനം വളരെ വളർച്ചയുണ്ടാവും. നാച്ചുറൽ ആയിട്ട് ഒരു കുളമാണ്. ഈ കുളത്തിലാണ് വളർത്തുന്നത്. അപ്പൊ എന്തായാലും നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ കഴിഞ്ഞൊരു വർഷം ഇവിടെ ഒരു നമ്മളുടെ വാട്ടർമെലന്റെ തണ്ണിമത്തന്റെ വീഡിയോ ചെയ്ത ഒരു പാടാണ്. അപ്പൊ ഇത് ഈ നെല്ല് കഴിയുന്നതോടുകൂടി തന്നെ നമുക്ക് തണ്ണിമത്തം തുടങ്ങണം. അപ്പൊ അതിക്ക് മുൻപായിട്ട് തന്നെ ഒരു വിളവെടുപ്പ് നടത്തുന്നതാണ് ഉദ്ദേശം. വെള്ളം അടിച്ച് കളയുന്നത് കൊണ്ടാവണം. അല്ലെങ്കിൽ ഇത്രയും മീൻ എന്ന് പറയുമ്പോൾ വെള്ളം നല്ല രീതിയിൽ കലങ്ങാനൊക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട്. ഇതിന് 5 മണിക്കൂർ 6 മണിക്കൂർ ഞാൻ ഡെയിലി അടിക്കേണ്ടിരുന്നു.
കൃഷി കരിക്ക് പോകുന്നുണ്ട്. അപ്പൊ വെള്ളം ശുദ്ധിയാണ്ട് മറ്റേ നമ്മൾ ടാങ്കിലൊക്കെ ആകുമ്പോൾ ഒരു ആഴ്ചയിലെയും വെള്ളം മൊത്തം ഒഴിവാക്കി കൊടുക്കണം. എന്തായാലും ഈ മീൻ കൃഷിയെ കുറിച്ച് കൂടുതലായിട്ട് നമ്മളോട് വർഗീസ് സാറും കൂടി നമ്മളോട് പറഞ്ഞു തരുന്നതായിരിക്കും. എന്താണ് സാറേ ഇതിന്റെ ഒരു അഭിപ്രായം? മീൻ കൃഷി എങ്ങനെയാണ് നമ്മളുടെ പച്ചക്കറി കൃഷിയിലും വാഴകൃഷിയിലൊക്കെ കൂടുതൽ നമുക്ക് വിളവിൽ കൂടുതൽ മാറ്റം വരുത്താനൊക്കെ സഹായകമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ? തീർച്ചയായിട്ടും ഏതൊരു വളരുന്ന ജീവിക്കും ചെടിയെന്നോ മത്സ്യമെന്നോ മനുഷ്യനെന്നോ വേർതിരിവില്ലാതെ രണ്ടിനും എല്ലാത്തിനും വേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് വെള്ളവും വായുവും ആഹാരവും. അപ്പൊ അതിനകത്ത് നമ്മൾ ജലത്തോടൊപ്പം തന്നെ ചെടിക്ക് വളരാൻ വേണ്ടുന്ന പോഷകങ്ങൾ കൂടി കിട്ടുന്ന സമയത്ത് ചെടിയുടെ വളർച്ച കൂടും. ഈ മീൻ വളം അല്ലെങ്കിൽ മീനിന്റെ വേസ്റ്റ് വരുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ചെടി വളർച്ചയ്ക്ക് നല്ലൊരു വളമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടുന്ന് ഹംസക്ക ദിവസത്തിൽ 4 മണിക്കൂർ എന്നുള്ള രീതിയിൽ ഈ വെള്ളത്തിനെ പമ്പ് ചെയ്ത് വാഴയ്ക്കും നെല്ലിനും കൊടുക്കുമ്പോൾ നല്ലൊരു നൈട്രജൻ കണ്ടന്റ് ഉള്ള ഒരു വളം കൂടിയാണ് ഫീൽഡിലേക്ക് ചെല്ലുന്നത്. പിന്നെ കർഷകനെ സംബന്ധിച്ച് എന്തുകൊണ്ട് ഇത് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു മാർഗമാണെന്ന് എൻ്റെ മനസ്സിലും തോന്നുന്നതിനുള്ള ഒരു അടിസ്ഥാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷി അധ്വാനത്തിലൂടെ ഒരു ഇൻകം എടുക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്ന സമയത്ത് ഇത് രാത്രിയും പകലും നമുക്ക് വേണ്ടി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പൈസയാണിത്. നിശബ്ദമായിട്ട് നമ്മൾ വേറെ കൃഷിയിലേക്ക് കേടുപാടുകളും കാലാവസ്ഥ വ്യതിയാനങ്ങളും എല്ലാം തരണം ചെയ്ത് നമ്മളൊരു ആദായം എടുക്കുന്ന അതേ സമയം തന്നെ നമ്മൾക്ക് വേണ്ടി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വരുമാന മാർഗമാണ് ഇത്. അപ്പൊ ഹാർവസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് ഒന്നായിട്ട് നമുക്ക് ഇതിന്റെ വരുമാനം എടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് അധിക ചെലവില്ലാതെ ചായ കുടിക്കുന്ന ചോറ് കഴിക്കുന്ന സമയത്ത് വന്നിട്ട് ഇതിന് ഭക്ഷണം കൊടുക്കുക, ബാക്കിയുള്ള സമയങ്ങൾ കൃഷിഭൂമിയിൽ പണിയുക. അപ്പൊ ആ 2 രീതിയിലത്തെ സമയങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്തിയിട്ട് വരുമാനത്തിനെ ഇരട്ടിയാക്കാൻ പറ്റിയ നല്ലൊരു മാർഗം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ തീർച്ചയായിട്ടും കർഷക സുഹൃത്തുക്കള് പ്രത്യേകിച്ച് ഇങ്ങനെ മലപ്പുറത്തിന്റെ ഈ വയൽ പോലത്തെ ഭാഗത്ത് നിങ്ങൾക്കൊരു ചെറിയൊരു കുളം റെഡിയാക്കിയിട്ട് ഈ ചെങ്കല്ലൊക്കെ ധാരാളമായിട്ട് കിട്ടുന്നതാണ്. ഇതേപോലെ ഒരു കൽക്കട്ടുള്ള ഒരു കുളം റെഡിയാക്കി ഇതേപോലത്തെ എളുപ്പത്തിൽ സ്മാർട്ടായിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന, ഹാർഡ് വർക്ക് ചെയ്ത് ചില ആൾക്കാർ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്, സ്മാർട്ട് വർക്കിലൂടെയും വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഈ രീതിയിൽ വരുമാനം കൂട്ടാൻ പറ്റിയ മാർഗങ്ങൾ ഓരോരുത്തർ കണ്ടെത്തുക, അതിൽ വിജയിക്കുക. ഓക്കെ. അപ്പൊ ഇതില് നമ്മൾ ഈ പറഞ്ഞ പോലെ കോഴിയുടെ വേസ്റ്റ് അതുപോലെയുള്ളതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു നമ്മളുടെ ഈ വെള്ളത്തിനും അതുപോലെ കൃഷിക്കും ദോഷകരമാണ്. എപ്പോഴും ജലസ്രോതസ്സിലേക്ക് നമ്മൾ അഴുകുന്ന വസ്തുക്കളെ ഇട്ടുകൊടുത്താൽ നമുക്ക് ആവശ്യമില്ലാത്ത ഒത്തിരി ഫംഗൽ രോഗങ്ങൾ മീനിലേക്ക് ഇത് എത്തിപ്പെടാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. ഒന്ന് ജലസ്രോതസ് മലിനമാകും, വായു മലിനമാകും. അതുകൂടാതെ ഈ നമ്മൾ വളർത്തുന്ന മീനിനെ സംബന്ധിച്ച് അസുഖങ്ങൾ വരാനുള്ള ഇത് സാധ്യത. പിന്നെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത് അങ്ങനത്തെ ഫുഡ് കൊടുത്ത് വളർത്തുന്ന മീനിനെ സംബന്ധിച്ച് ടേസ്റ്റ് വളരെ കുറവായിട്ട് എല്ലാവരും പറയുന്നുണ്ട്. എപ്പോഴും ഇതിന്റെ മാംസത്തിനുള്ള ആ ഒരു ദൃഢതയും ടേസ്റ്റും ഇങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ട്, കാരണം ഇതെല്ലാം R&D ഡെവലപ്പ് ചെയ്തിട്ട് ഒരു ജീവിയുടെ വളർച്ചാ ഘട്ടത്തിനനുസരിച്ചിട്ടുള്ള ഫുഡാണ് അവർ ഡെവലപ്പ് ചെയ്ത് തരുന്നത്. അപ്പൊ ആ കൃത്യമായ പോഷകങ്ങൾ കൊടുക്കുമ്പോൾ ടേസ്റ്റും വളർച്ചയും രോഗമില്ലാത്ത അവസ്ഥയും കൃത്യമായിട്ട് മീനിന് കിട്ടും. അപ്പൊ ഇതിനകത്ത് ഹംസക്കയോട് ഞാനൊരു സജഷൻ ആയിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വെള്ളം പമ്പ് ചെയ്യുന്നുണ്ട് എന്നതിനേക്കാൾ ഉപരി ഒരു എയർ പമ്പ് കൊടുത്തിട്ട് ഒരു എയർ സർക്കുലേഷൻ ഇതിനകത്ത് കൂട്ടി കൊടുക്കുക. നോർമലി നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ഹൈ ഡെൻസിറ്റി ആയിട്ടുള്ള മീനുണ്ട്. അപ്പൊ ഇത്രയും മീൻ ഉള്ളപ്പോ നോർമലി ഓക്സിജന്റെ ഒരു ചെറിയ ഷോർട്ടേജ് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത്രയും ആഹാരം കൊടുക്കുന്നു, ഇത്രയും വിസർജ്യം ഇതിനകത്ത് വരുന്നു, എണ്ണത്തിലും കൂടുതലുള്ളത് കൊണ്ട് ഓക്സിജന്റെ കുറവ് പരിഹരിക്കാനായിട്ട് ഒരു എയർ ബബിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലത്തെ ഒരു സംഭവം കൂടി ഇതിനകത്ത് കൊടുത്താൽ വളരെ ബെസ്റ്റാണ്. ഇതിന്റെ വളർച്ച ഒന്നുകൂടി കൂടും. പോപ്പുലേഷൻ കൂടുകയും ഓക്സിജന്റെ സപ്ലൈ കുറയുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ തീറ്റ എത്ര കൊടുത്തു കഴിഞ്ഞാലും മീൻ അതിനനുസരിച്ചിട്ട് വളർച്ച കൂടുകയില്ല. അതുകൂടാതെ കഴിയുമെങ്കിൽ ഇതിന്റെ pH ടെസ്റ്റ് ചെയ്യുന്ന കിറ്റ് കിട്ടും. ആ കിറ്റ് വാങ്ങിച്ചിട്ട് ഈ വെള്ളത്തിന്റെ pH ടെസ്റ്റ് ചെയ്യണം. ആ pH അനുകൂലമല്ല എങ്കിലും മീനിന്റെ വളർച്ച കറക്റ്റായിട്ട് കിട്ടുകയില്ല. അപ്പൊ pH നോക്കുക, ഓക്സിജൻ സപ്ലൈ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഈ 2 ഭാഗം ചെയ്താൽ തന്നെ മീനിന്റെ വളർച്ചയെ നമുക്ക് നല്ല രീതിയിൽ കൂട്ടിയെടുക്കാൻ പറ്റും.
അപ്പൊ ചിലപ്പോ ഒരു പക്ഷേ ഇതൊക്കെ കൂടി കറക്റ്റ് ചെയ്താൽ നമ്മുടെ ഇപ്പോൾ ഉള്ള വളർച്ചയേക്കാൾ കൂടുതൽ വരാനുള്ള ഒരു സാധ്യത 20 to 30% എന്തായാലും നമുക്ക് ഇതിനേക്കാൾ കൂടി കിട്ടും. കൂടുതൽ 30%, കാരണം അത് വേറെ അഡീഷണൽ എക്സ്പെൻസ് ഇല്ലാതെ നമുക്ക് കിട്ടുന്ന ഗ്രോത്താണ്. ഗ്രോത്ത് ആണ്. ഇതെല്ലാം ഈ എക്സ്പെൻസിൽ വരുത്തി വെച്ചിരിക്കുന്ന വളർച്ചയാണ്. ഇനി നമുക്ക് കിട്ടാനുള്ളത് നമ്മളുടെ ഇടപെടലുകൾ ഇല്ലാതെ, നമ്മൾക്ക് അധികമായ ഒരു മുതൽ മുടക്കില്ലാതെ എടുക്കാൻ പറ്റിയ ഒരു ഗ്രോത്ത് ആണ് നിൽക്കുന്നത്. ഗ്രോത്ത് ആണ്. അപ്പൊ കർഷകനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോണസും അതോടൊപ്പം തന്നെ ഒരു മാനസിക ഉല്ലാസം കൂടിയാണ്. നമ്മൾ രാവിലെ ഒരു 7 മണിക്ക് കൊടുത്തു, ഒരു ഉച്ചക്ക് നമുക്ക് ചോറുന്നതിനെ സംബന്ധിച്ച് കൊടുത്തു, വൈകുന്നേരം 6 മണിക്ക് കൊടുത്താണ്. അതിനകത്തൊരു ടൈം വേസ്റ്റ് ഒന്നും വേണ്ട, നല്ല ടൈമിൽ എപ്പോഴാച്ചാന്ന് കൊടുത്താണ്. കർഷക സുഹൃത്തുക്കളോട്, കൃഷിയിൽ ആശ്രയിക്കുന്നവരോട് ഒരു കാര്യം മാത്രം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വരുമാനത്തിനെ ആശ്രയിച്ച് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഒരേ ഫോക്കസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലെല്ലാം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, ഇപ്പൊ ഹംസക്കയുടെ കാര്യം പറഞ്ഞതുപോലെ വരാൽ കൃഷി എന്ന് പറയുന്ന ഒരു ആശയം മനസ്സിൽ തോന്നി, അത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് സമീപിക്കാവുന്ന ആൾക്കാരെ സമീപിച്ചു, അതിൽ നേടാൻ പറ്റിയെന്ന അറിവുകൾ നേടി. ഇതൊരു തുടക്കമാണ്. അപ്പൊ അതൊരു അഡീഷണൽ വരുമാനമാണ്. അപ്പൊ അതുകൂടാതെ നെൽകൃഷിയുള്ള സമയത്ത് ധാരാളമായിട്ട് കിട്ടുന്ന വൈക്കോൽ, ആ വൈക്കോൽ വിറ്റ് കാശാക്കാതെ അതിനെ വെച്ചിട്ട് പോത്ത് കൃഷി എങ്ങനെ ലാഭകരമായിട്ട് നടത്താം. അപ്പൊ അതിൽ നിന്നുള്ള ഒരു വരുമാനം, പോത്തിനെ വളർത്തുന്ന സമയത്ത് അതിൽ നിന്ന് കിട്ടുന്ന ജൈവവളം അത് കൃഷിയിൽ ഉപയോഗപ്പെടുത്തുക. മീൻ വളർത്തുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ജൈവാംശം കലർന്ന വെള്ളം നനയ്ക്കാനും വളപ്രയോജനമായിട്ട് ഉപയോഗപ്പെടുത്തുക. അപ്പം മുടക്കുന്ന പൈസയുടെ എല്ലാ മൂല്യവും നമുക്ക് തന്നെ ലഭിക്കാവുന്ന രീതിയിൽ കൃഷിയെ ചിട്ടപ്പെടുത്തുക. അതിൽ നിന്ന് മാക്സിമം വരുമാനം ഉൾക്കൊണ്ട് ജീവിതം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പൊ എന്തായാലും നമ്മൾ കൃഷി ചെയ്യുന്ന കർഷകർ ഇതുപോലെ പാടത്തൊക്കെ ഇതുപോലെയുള്ള സൗകര്യങ്ങൾ, ഒരു പടുതാക്കുളം എന്ന് പറയുന്ന പോലെ നമ്മൾ ഈ കല്ലൊക്കെ വെച്ച് കെട്ടുന്ന ഒരു സൗകര്യവും മറ്റു കാര്യങ്ങളും ടാങ്ക് ആയാലും മതി. എണ്ണം കുറച്ച് കുറച്ചാൽ മതി. അപ്പോൾ എന്തായാലും നമ്മൾ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ നമ്മളെ വീട്ടാവശ്യത്തിനുള്ളതെങ്കിലും നമ്മൾക്ക് തന്നെ ചെയ്ത് നമ്മളുടെ ആരോഗ്യം സംരക്ഷിക്കുക. അതോടൊപ്പം തന്നെ നമുക്കൊരു അധിക വരുമാനവും നേടാം. അപ്പൊ എന്തായാലും ഈ കാര്യങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ച ഹംസക്കയോടും വർഗീസ് സാറിനോടും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.